വേണ്ടി ഒരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാവുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ഇത് മനസ്സിലാകും. എന്നാൽ പലരും ചിന്തിക്കും, ഇതെന്തുവാണ് പറയുന്നത്, ഇനി രണ്ടാം മരണം എന്നുള്ളത്. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവമക്കൾക്ക് അല്ലെ ലോകത്തിൽ ജനിച്ചവർക്ക് രണ്ട് ജനനവുമുണ്ട്, രണ്ട് മരണവുമുണ്ട്. അതിൽ ദൈവമക്കൾക്ക് രണ്ട് ജനനവും ഒരു മരണവും. ദൈവമക്കളാകാത്തവർക്ക് എന്ന് പറഞ്ഞാൽ യേശുവിനെ കൈക്കൊള്ളാത്തവർക്ക് ഒരു ജനനവും രണ്ട് മരണവുമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ് എന്ന് പറഞ്ഞാൽ രണ്ട് ജനിച്ചവർക്ക് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുവാൻ, കർത്താവിനോടുകൂടി സ്വർഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം അവസരം ലഭിക്കുമ്പോൾ അത് കഴിയാത്തവർക്ക് രണ്ടാമത്തെ മരണത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ പിതാക്കന്മാർ ഈ സുവിശേഷം അറിഞ്ഞപ്പോൾ ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ത്യാഗങ്ങൾ സഹിച്ച്, കഷ്ടങ്ങൾ സഹിച്ച്, നിന്ദകൾ സഹിച്ച് ഈ മാർഗത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ ഒരു പുനരുത്ഥാനം ലഭിക്കുവാനായിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-11 വാക്യത്തിൽ താൻ പറയുന്നത്, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മനുഷ്യരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചു എണ്ണുന്നു. എന്തിനു വേണ്ടി? ഒരു പുനരുത്ഥാനം ലഭിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സകലതും ത്യജിക്കുവാൻ, സകലതും വെറുക്കുവാൻ കാരണമായി തീരുന്നത്, അല്ലെങ്കിൽ കാരണമാകേണ്ടത് ആ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ പുനരുത്ഥാനം എത്രമാത്രം ശ്രേഷ്ഠമാണ്, എത്രമാത്രം അത്യാവശ്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും അത്യാവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരും ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കും. അത് എല്ലാവർക്കും അറിയാം. അതിന് പ്രായപരിധിയില്ല. ഇന്ന് ജനിച്ച ശിശു ഇന്ന് തന്നെ മരിക്കുന്നു. അങ്ങനെയുള്ളവർ പല കാലഘട്ടങ്ങളായി മരിക്കുന്നു. അവർക്ക് ആയുസ് കിട്ടിയതനുസരിച്ച് 100 വരെയും 120 വരെയും വേദപുസ്തകത്തിൽ 969 വർഷം വരെയും ജീവിച്ചവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. വേദപുസ്തകം പറയുകയാണ്, ഇനി ഒരു രണ്ടാമത്തെ മരണമുണ്ട് എന്നുള്ളത്. അത് പ്രാപിക്കാൻ പോകുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് ഇല്ലാത്തവരാണ്. എങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിക്കുവാനായിട്ട് കഴിയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദീമോസ് എന്ന് പറയുന്ന പരീശനോട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. നമ്മിൽ പലരെ പോലെ നിക്കോദീമോസിന് ഒരു സംശയമുണ്ടായി.
എങ്ങനെയാണ് രണ്ടാമത് ജനിക്കുന്നതെന്ന് തുടർന്ന് വായിക്കാം. നിക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു ആമേൻ 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 ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയത്തില്ല. നീ വീണ്ടും ജനിച്ചെങ്കിലേ ദൈവരാജ്യത്തിലേക്ക് പോകുവാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരീശനായിരുന്ന യഹൂദനായിരുന്ന നിക്കോദീമോസിന് ആ സത്യം മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ യേശുക്രിസ്തു അത് പറഞ്ഞു കൊടുത്തു. ഇന്നും പലർക്കും ഈ സത്യം മനസ്സിലാകാതെ കിടക്കുമ്പോൾ ദൈവം ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. അത് പ്രാപിക്കണമെങ്കിൽ നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം, അല്ലെങ്കിൽ വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും നീ ജനിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ പുതിയ ജനനം നാം ഓരോരുത്തരും പ്രാപിച്ചേ മതിയാകുള്ളൂ. ആ പുതിയ ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ ഇന്നലെ വരെ ഉരുളിപ്പുറത്ത് കുടുംബത്തിൽ ഉമ്മന്റെ മകനായിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മകനായിട്ടോ ജനിച്ച ഒരു വ്യക്തി ഇനിയും അറിയപ്പെടുന്നത് ദൈവ പൈതൽ എന്നാണ്. ഹല്ലേലൂയ. പതിനൊന്നാമത്തെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഇത് അധികാരം ലഭിക്കുകയാണ് ദൈവ മക്കളായി തീരുവാൻ. ഒരു നല്ല കുടുംബത്തിലെ മകനാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ കളക്ടറുടെ മകനാണ്, മന്ത്രിയുടെ മകനാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠ പദവിയിലുള്ള ആരുടെയെങ്കിലും മകനാണെന്ന് പറയുമ്പോൾ എത്ര ചങ്കുറപ്പാണ്, അല്ലെങ്കിൽ എത്ര ശ്രേഷ്ഠതയാണ് മനുഷ്യർ കൽപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശുവിനെ കൈക്കൊള്ളുന്ന ദൈവത്തിലെ നീ ദൈവത്തിന്റെ വൈകനാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം തന്നിരിക്കുകയാണ്. വെറും മക്കളാകുവാനായിട്ടുള്ള അധികാരമല്ല. ഇവിടെ നമ്മൾ മുമ്പേ കേട്ടല്ലോ, തളിർക്കുവാൻ ഉള്ള വാഗ്ദത്തമാണ് ലഭിച്ചതെങ്കിൽ അത് പൂക്കുവാനും കായ്ക്കുവാനും ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട്, മക്കളെങ്കിൽ അവകാശികളാണ്. നാം ഓരോരുത്തരും സ്വർഗത്തിന്റെ അവകാശികളാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി വീട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് വീട് ഒരുക്കി കഴിഞ്ഞാൽ ഇവിടെ വന്ന് പിന്നെയും നമ്മെ തന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. ഈ വെളിപ്പാടകത്ത് ലഭിച്ച ദൈവജനം തങ്ങൾക്കിവിടെ ഉണ്ടായിരുന്ന വീട് പോയാലും സാരമില്ലെന്ന് പറഞ്ഞ് സ്വർഗീയ ഭവനത്തിന് വേണ്ടി ഒരു കാലത്ത് ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ കൈക്കൊണ്ടാൽ നിനക്ക് മരണമില്ല, നീ നിത്യജീവന്റെ അവകാശിയാണ്. ഈ ലോകത്തിൽ നിനക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ഇട്ടൊരു ദിവസം പോയേ പറ്റുകയുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവിനെ കൈക്കൊള്ളുന്നവർക്ക് മരണമില്ല. അവര് മരിച്ചാലും ജീവിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം യേശുവിനെ കൈക്കൊള്ളാത്തവർ യേശുവിനെ കൈക്കൊണ്ടു കഴിഞ്ഞാൽ നിനക്ക് ദൈവം എന്നുള്ള പദവി ലഭിക്കാനിടയായി തീരും. തന്നെയുമല്ല, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയും ആ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാനിടയാകുകയും ചെയ്യും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്. എങ്ങനെയാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുചേരുവാനായിട്ട് കഴിയുന്നത്? പുതുതായി ജനിക്കണം. ഹല്ലേലൂയ. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കുവാനിടയായിത്തീരും. എങ്ങനെയാണ് യേശുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നമുക്ക് ഏകീഭവിക്കുവാനായിട്ട് കഴിയുന്നത്? അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ എല്ലാവരും യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വായിച്ചു. അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുകയാണ്. ഹല്ലേലൂയ. പലരും പറയുന്നുണ്ട് സ്നാനപ്പെട്ട് പെന്തക്കോസ്തിൽ പോകാനായിട്ടാണെന്ന്. അല്ലേ, അല്ല. യേശുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പൗലോസിലേക്ക് നിങ്ങൾ അറിയുന്നില്ലയോ യേശു ക്രിസ്തുവിനോട് ചേരും? പലരും പറയുന്നത് സ്നാനപ്പെടുന്നത് പെന്തക്കോസ്തിൽ പോകാനാണ്. അല്ല, യേശുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുവാനാണ്. എന്തിനാണ് മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുന്നത്? അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പോൾ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചില്ലെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കുവാനായിട്ട് കഴിയത്തില്ല. പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ 2-ാമത്തെ മരണമാണ് ലഭിക്കുന്നത്. 2-ാമത്തെ മരണം എന്ന് പറയുമ്പോൾ ഈ 1-ാമത്തെ മരണം പോലെയാണെന്ന് ആരും ചിന്തിക്കരുത്. അത് ഇച്ചിരി കട്ടിയാണ്. ദേവദാസനെ അതൊന്ന് വായിച്ച വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യത്തില് 2-ാമത്തെ മരണം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, നീചന്മാർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. അത് 2-ാമത്തെ മരണം. എന്താണ് 2-ാമത്തെ മരണം? തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക. ദൈവമക്കളെ, മരിച്ച ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലേ നരകത്തിലേക്ക് പോകുവാനിടയായിത്തീരും. അതിവിടെയുള്ള എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഹല്ലേലൂയ. ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. നരകം എന്ന് പറയുന്നാൽ തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയാണ്. അവിടേക്ക് പോകാതിരിക്കണമെങ്കിൽ നീ ഹല്ലേലൂയ സ്തോത്രം 1-ാമത്തെ പുനരുത്ഥാനത്തിൽ നിനക്ക് പങ്കുവേണം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുവേണമെങ്കിൽ യേശുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കണം. യേശുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കണമെങ്കിൽ അവന്റെ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. ഹല്ലേലൂയ. സ്നാനമേൽക്കേണ്ടത് ആരാണ്? യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എത്യോപ്യക്കാരൻ അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ഷണ്ണൻ വേദപുസ്തകം ഇങ്ങനെ വായിച്ചോ യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ട് പോവുകയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവനായി തീർന്നു. ഈ വാക്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അവനൊരു കാര്യം പറഞ്ഞു. ഇന്ന് പലരും സമ്മതിക്കാത്ത ഒരു കാര്യമാണ്. ഒരാള് പൊരുള് തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? ഇന്ന് ആരോടേലും സുവിശേഷം പറയും, ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പാരമ്പര്യമായിട്ട് ഇതിനകത്താണെന്ന് പറഞ്ഞ് അത് കേൾക്കാൻ മനസ്സില്ലാത്തവരാത്തിയിരുന്നു. ദൈവവൈദ്യരെ, നിനക്ക് യേശുവിനെ കുറിച്ച് അറിയണമെങ്കിൽ, നിത്യജീവനെ കുറിച്ച് അറിയണമെങ്കിൽ ഇതിന്റെ പൊരുള് നീ മനസ്സിലാക്കണം. ആ പൊരുള് പ്രസ്താവിക്കുവാനായിട്ടാണ് ഇങ്ങനെയുള്ള കൺവെൻഷനുകൾ ഇവിടെ നടത്തുന്നത്. ഇന്ന് രാത്രികാലം നീ മനസ്സിലാക്കുക. ഹല്ലേലൂയ സ്തോത്രം. എന്തിനു വേണ്ടിയാണ്? യേശു അറുക്കുവാനുള്ള കുഞ്ഞാടിനെ പോലെ
ആയിത്തീർന്നത് നമ്മുടെ പാപത്തിൽ നമ്മെ വിടുവിക്കുവാൻ. ഹല്ലേലൂയ. നരകത്തിലേക്ക് പോയേണ്ടിരുന്ന നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുപോകുവാൻ, ആ സ്വർഗത്തിന്റെ അവകാശമായി തീർക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:56 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എന്ത് ലഭിക്കും? നിത്യജീവൻ ലഭിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. യേശുവിടെ ഒരു മതവും സ്ഥാപിക്കുവാനായിട്ട് വന്നതല്ല. യേശു പറഞ്ഞില്ല ആരെയെങ്കിലും മതത്തിലേക്ക് ചേർക്കുവാനായിട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു കാര്യം കിടപ്പുണ്ട്. ഒരു സഹോദരി യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എന്റെ ഭാവനയിൽ ഇങ്ങനെ, യേശുവേ, ഞങ്ങൾ ഓർത്തഡോക്സ് പള്ളിയിൽ ആരാധിക്കുന്നവരാണ്, നിങ്ങൾ പറയുന്നു പെന്തക്കോസ്ത് പള്ളിയിലാ ആരാധിക്കേണ്ടത്, ഏത് പള്ളിയിലാ ഞങ്ങൾ പോകണ്ടേന്നും പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ ഒരു സഹോദരി എന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, സ്ത്രീയെ, ആ പള്ളിയിലുമല്ല ഈ പള്ളിയിലുമല്ല പോകേണ്ടത്. നീ ഏത് പള്ളിയിൽ പോയാലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏത് പള്ളിയിൽ പോയിട്ടും കാര്യമില്ല. ചിലർക്കൊരു സംശയം എങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് വായിച്ചേ. 4-ാം അധ്യായം 19 മുതൽ. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ പർത്തോമയിലോ യാക്കോബയിലോ എവിടെയെങ്കിലും നമസ്കരിക്കേണ്ട സ്ഥലം യെരുശലേമിലാകുന്നു. നമ്മൾ പറയുന്നല്ലോ ആരാധിക്കേണ്ടവരൊക്കെ ഇങ്ങോട്ട് വരണമെന്ന്. യേശു അവരോട് പറഞ്ഞത്, സ്ത്രീ എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തവരെ നമസ്കരിക്കുന്നു. ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ ആർക്കെങ്കിലും സത്യമായി ദൈവത്തെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവായി ഞാൻ എന്റെ അഭിപ്രായമല്ല, യേശു ക്രിസ്തു പറഞ്ഞ കാര്യമാണ്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ ചില മലകളിൽ നിന്നൊക്കെയും നമ്മൾ ഇറങ്ങിത്തിരിച്ച് ദൈവത്തെ ആരാധിക്കുവാനായി വേർപെടുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, യേശു ക്രിസ്തു ആരെയും മതം മാറ്റുവാനായി പറഞ്ഞില്ല. തന്റെ അടുക്കലേക്ക് ഒരു പ്രസ്ഥാനമായി വരുവാനായിട്ടല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, എന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. നീ എവിടെയായിരുന്നാലും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കുക. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിപ്പാനിടയായി തീരുക. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം പറയുമ്പോൾ ഹല്ലേലൂയ വിശ്വസിക്കുന്നവരെ പിതാവിന് ആരെയും നിർബന്ധിച്ച് ഒന്നും ചെയ്യുവാനായിട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ മുമ്പേ വായിച്ചപ്പോൾ 8-ാം അധ്യായത്തിൽ ആ ഷണ്ണൻ പറഞ്ഞു, ഇതാ സുവിശേഷം കേട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സമെന്നവൻ ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് പറയുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാത്തവനെ സ്നാനപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല, ദൈവം പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഷണ്ണൻ പറയുകയാണ്, യേശു ക്രിസ്തു ദൈവത്തെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇരുവരും വെള്ളത്തിലിറങ്ങി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്നാനമാണ് കാണുന്നത്. ഹല്ലേലൂയ. വേദപുസ്തകം ഈ സ്നാനത്തെ കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇരുവരും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. അവര് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊന്ന് ശ്രദ്ധിച്ച്, ഇതാ ഒരു മനുഷ്യൻ വേദപുസ്തകം വായിച്ചുകൊണ്ട് പോകുന്ന ഭക്തനായ മനുഷ്യൻ എത്യോപ്യയിൽ നിന്ന് അങ്ങ് യെരൂശലേമിൽ വരെ പോയി നമസ്കരിച്ചിട്ട് വരുന്നയാൾ. ഹല്ലേലൂയ. നമ്മൾക്ക് പല പാരമ്പര്യങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഇന്നാരൊക്കെ ആണെന്നൊക്കെയും നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഈ ഷണ്ണന് വേണേലും പറയാം, ഞാനിപ്പോ എത്ര വർഷം കൊണ്ട് യെരൂശലേമിൽ പോകുന്നതാണെന്ന് അറിയാമോ, എത്ര വർഷം കൊണ്ട് ഈ പുസ്തകം വായിക്കുന്നതാണെന്ന് അറിയാമോ എന്നൊക്കെയും വേണമെങ്കിൽ തർക്കുത്തരത്തിനായിട്ട് പറയാമായിരുന്നു. പക്ഷെങ്കിൽ അവനൊരു സത്യാന്വേഷിയായിരുന്നത് കൊണ്ട് ആ സത്യം മനസ്സിലാക്കണമെന്ന് തന്റെ ഹൃദയത്തിൽ പ്രേരണ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പറയുകയാണ്, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും? ദൈവത്തിന് സ്തോത്രം. പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ അതാവും പറയാണ്, ഞാൻ അവിടെ ചിന്തിക്കാറുണ്ട്, അതിലെ പലർക്കും ഒരു കംപ്ലൈന്റ് ആണ്, ഈ പെന്തിക്കോസ്തുകാർ എന്ത് പറഞ്ഞാലും സ്നാനം എന്ന്. നിങ്ങൾ ആ വേദഭാഗം വായിച്ചു നോക്കി. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 35 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, സ്നാനത്തെ കുറിച്ച് ഒരു വാക്കുപോലും ഫിലിപ്പോസ് അവിടെ പറഞ്ഞായിട്ട് കാണുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെങ്കിൽ, യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളണമെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അംഗീകരിക്കണമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, സ്നാനം ആവശ്യമാണെന്ന് ഷണ്ണന് തോന്നി. അതുകൊണ്ടാണ് വെള്ളമുള്ള ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവൻ പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? അങ്ങനെ പറയുന്നത് എല്ലാം മുക്കുകയും ചെയ്യത്തില്ല. ഹല്ലേലൂയ. പറയാൻ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം, ഇല്ല വേണ്ടോ? ആർക്കാ നിർബന്ധം? ഈ ചിലര് പറയുന്നുണ്ട്, ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഈ പെന്തിക്കോസിലേക്ക് ആൾക്കാരെ എല്ലാം കൊണ്ടുവന്നിട്ട് എന്തോ കിട്ടാനാ? പാർട്ടിയിലേക്ക് ഒരുത്തനെ കയറ്റിയാൽ ഒന്നില്ല ഒരു വോട്ടെങ്കിലും കിട്ടും. ഇതിനകത്തോട്ട് കിട്ടിയാൽ എന്തു അതിന്? ഇന്നിവിടെ പകല് ഈ ചർച്ചോക്കോടിന്റെ ഈ മാസികത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, ഇവരെല്ലാം ഉന്നത സ്ഥാനങ്ങളിലാണെങ്കിലും ഇതെല്ലാം കയ്യിൽ നിന്ന് കാശ് മുടക്കുന്നതാണ്, ഒരു വരുമാനവും ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കയ്യിൽ നിന്ന് കാശ് മുടക്കി പ്രസംഗിക്കുന്നത്, കയ്യിൽ നിന്ന് കാശ് മുടക്കി പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു വോട്ട് പോലും കിട്ടത്തില്ല, പക്ഷെങ്കിൽ നീ നിത്യതയിൽ കാണുമെന്നുള്ള പ്രത്യാശയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനും നശിച്ചു പോകരുതെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നതിനാൽ സ്വന്തം കുമാരനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ നമ്മുടെ സമയം, നമുക്ക് ലഭിച്ച പണം കർത്താവിന് വേണ്ടി ചെലവിടുവോ? നാം എന്തിനു മടിക്കുന്നു? അതുകൊണ്ട് മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നു, അല്ലാതെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലേ? ചിലർ പറയും അമേരിക്കയിൽ നിന്ന് കാശ് വരുന്നു, പേർഷ്യയിൽ നിന്ന് കാശ് വരുന്നു. ഇതൊന്നും കണ്ടോണ്ടല്ല, നരകത്തിലേക്ക് പോകണ്ട എന്നെ രക്ഷിച്ച കർത്താവ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ നാട്ടുകാര്, എന്റെ അയൽക്കാര്, നരകത്തിലേക്ക് പോകാതിരിക്കുവാൻ ഈ സുവിശേഷം വിളിച്ചറിയിക്കുകയാണ്. അല്ലാതെ ഒരു ബെനിഫിറ്റുമില്ല, ഒരു വോട്ടുമില്ല, ഒരു കാശുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആരുടെയും സപ്പോർട്ടുമില്ല. ദൈവമക്കളെ, ദൈവസ്നേഹത്തിലാണ് ഇത് വിളിച്ചു പറയുന്നത്, അല്ലാതെ ആരെയും വേദനിപ്പിക്കുവാനായിട്ടല്ല, ആരെയും പ്രസാദിപ്പിക്കുവാനായിട്ടല്ല. ഇത് കർത്താവിന്റെ വചനമാണ്. യേശു പറയും, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, വിശ്വസിക്കാത്തവരെ സ്നാനപ്പെടുത്താൻ പ്രമാണമില്ല. ആരെയെങ്കിലും നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുവാനോ മതത്തിൽ ചേർക്കുവാനോ സഭയിൽ ചേർക്കുവാനോ ഈ വേദപുസ്തകം പറഞ്ഞിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നെങ്കിൽ അവരുടെ വിവരക്കേടെന്നല്ലാതെ എനിക്കൊന്നും പറയുവാനായിട്ടില്ല. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ മാത്രം ആകാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്തിനു വേണ്ടിയാണ്? ആ രണ്ടാമത്തെ മരണത്തിൽ പോകാതിരിക്കുവാൻ, തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയിലേക്ക് പോകാതിരിക്കുവാനായിട്ട്
വേണ്ടിയിട്ടാണ് എന്റെ കർത്താവ് ഈ വചനം എഴുതി വെച്ചിരിക്കുന്നത്. നാം പാപികളായിരുന്നു, നാം ദോഷികളായിരുന്നു, ദൈവത്തോട് ബന്ധമില്ലാത്തവരായിരുന്നു. എന്നാൽ തന്റെ ഓമനകുമാരനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനാണ്. സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ നീതിമാൻ ഒരുത്തരുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക്, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം വിളിച്ചു ചോദിച്ചു, ആരെനിക്ക് വേണ്ടി പോകും? ആരെ ഞാൻ അയക്കേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു, എന്നെ അയക്കുക, ഞാൻ പോയി അവരെ രക്ഷിക്കാമെന്ന്. പിതാവിന്റെ സ്നേഹം തന്റെ ഓമനകുമാരനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. നമ്മളിൽ എത്ര പേർ നമ്മുടെ കുഞ്ഞുങ്ങളെ വേറൊരാളുടെ രക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും? അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ വായിച്ചല്ലോ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിനുവേണ്ടിയാണ് നമ്മുടെ കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു തന്നത്. നീ യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷയാണ്. അതെങ്ങനെ കിട്ടുമെന്ന് ചിലർ ചിന്തിച്ചേക്കാം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു വലിയ കമ്പനിയുടെ മുമ്പിൽ സെക്യൂരിറ്റി ഉണ്ട്, ഗേറ്റ് അടച്ചിരിക്കുകയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ചോദിക്കും, എവിടെ പോകാനാ, ആരെ കാണാനാന്നൊക്കെ. പ്രോപ്പറായിട്ടുള്ള അവിടെ ആരെയാണ് കാണേണ്ടത്, ആ ആളിനെ കാണാൻ കയറ്റിവിടാൻ പറ്റുമോ എന്നുള്ള യോഗ്യത ഇദ്ദേഹത്തിനില്ലെങ്കിൽ അയാൾ പറയും കയറാൻ പറ്റത്തില്ല, ആ കതവ് തുറക്കത്തുമില്ല. എന്നാൽ നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അതിന്റെ മാനേജർ അതിലേക്ക് കടന്നു വന്നു. നിങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങളോട് മനസ്സറിവ് തോന്നിട്ട് ചോദിക്കും, എന്തിനാണ്? ഞാനൊരു ജോലിക്ക് വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്നാരെ കാണുന്നത്. ഓക്കെ, കടന്നു വാ, കയറുതിനകത്തെന്ന് പറഞ്ഞാൽ ആ സെക്യൂരിറ്റി ഒരിക്കലും ഇവനെ കയറ്റരുതെന്ന് പറയത്തില്ല. അവൻ മാറി നിന്ന് സല്യൂട്ട് അടിക്കും. ഈ നിന്റെ കയറരുതെന്ന് പറഞ്ഞവനെയും കൊണ്ടിതാ വണ്ടി അകത്തേക്ക് പോകുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ യോഗ്യതയില്ലാതെ വാതിക്കൽ കിടന്നിരുന്ന നമ്മെ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കയറ്റുവാനുള്ള പദവി തന്ന, യോഗ്യത തന്ന നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഇതിന്റെ വില പലർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ പിതാക്കന്മാർ പൗലോസിന്റെ ഭാഷ പറഞ്ഞു, വല്ലവിധേ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം ലഭിക്കണമെന്ന് വെച്ച് സകലതും ചപ്പന്നെണ്ണുവാൻ കാരണമായി തീർന്നത് അത് തനിക്ക് ലഭിക്കാൻ പോകുന്ന നിത്യതയുടെ വില താൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് വെറും നമ്മൾ വായിക്കുന്നത്, നമ്മൾ വെളിപ്പാടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, നമ്മുടെ പിതാക്കന്മാർ ഒത്തിരി വില കൊടുത്താണ് സ്തോത്രം ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. കുടുംബങ്ങളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം പിതാവ് പോലും അടിച്ചിറക്കി വിട്ടിട്ടുണ്ട്. നീ എന്റെ മകനല്ലെന്ന് പറഞ്ഞ അപ്പനും അമ്മയും ഉണ്ട്. യേശുവിന് വേണ്ടി അവരിറങ്ങിത്തിരിച്ചു. അവർക്കറിയാം ഈ അപ്പനും അമ്മയും ശവക്കോട്ട വരെ വരുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ യേശുവിന്റെ കൂടെ പോയാൽ നിത്യത വരെ, ഇനി മരണമില്ലാത്തൊരു ജീവിതം എന്റെ ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. എനിക്കതിന്റെ അവകാശിയായി തീരണം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിനുവേണ്ടി വീട് പോണെങ്കിൽ പോട്ടെ, അപ്പനും അമ്മയും തള്ളിയാൽ തള്ളട്ടെ. ഹല്ലേലൂയ, നാട്ടുകാർ വിടക്കം എണ്ണിയാൽ എണ്ണട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കണം ഇടയായി തീർന്നു. ഹല്ലേലൂയ, കുമ്പനാടിനടുത്ത് അന്നമ്മമാം എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. തിരുവല്ല സ്കൂളിലെ ടീച്ചറായിരുന്നു. സർസിപ്പിയുടെ കാലത്ത് ഹല്ലേലൂയ, സ്തോത്രം. ആ സഹോദരി ഹല്ലേലൂയ ഇങ്ങനെ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമൊക്കെ അന്ന് തുടങ്ങി വരുന്ന സമയമായിരുന്നു. ഹല്ലേലൂയ, ഒരു ദിവസം പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവര് മർത്തോമാ സഭയിൽ പൊക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. ഹല്ലേലൂയ, അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സത്യത്തിന് വേണ്ടി ഇറങ്ങണമെന്ന് തനിക്ക് ഹൃദയത്തിൽ തോന്നി. തന്റെ ആഭരണങ്ങളൊക്കെയും മാറ്റിവെച്ചു. ഹല്ലേലൂയ, സ്തോത്രം. വീട്ടിലിരുന്ന് ആരാധിക്കുവാനായിട്ട് തുടങ്ങി. വീട്ടുകാരാധന എതിർക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്കൂളിൽ നിന്ന് ഹല്ലേലൂയ ജോലി നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആ സഹോദരിയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോൾ എഴുതിയ പാട്ടാണ്, യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി
യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ലോകത്തിൻ കോമളത്തോ ജനുവരി 1-ാം തീയതി ഞാൻ ആ സഹോദരിയുടെ വീട്ടിൽ പോയി ആ സഹോദരിയോട് സംസാരിച്ച് ആ സഹോദരിയെ ഇന്റർവ്യൂ ചെയ്ത് ആ കാസറ്റ് എൻ്റെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചോദിച്ചു, എങ്ങനെയായിരുന്നു അമ്മച്ചി അന്ന് ജീവിച്ചത്? ഹല്ലേലൂയ, കർത്താവ് പുലർത്തി. ആ സഹോദരിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെങ്കിലും, സഭയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ആ സഹോദരി പോകാത്ത ലോകത്തിന്റെ ഒരു രാജ്യങ്ങളുമില്ല. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ചൈനയും റഷ്യയും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആ സഹോദരി പോയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ മുടന്തർ നടക്കുമായിരുന്നു, ഹല്ലേലൂയ കുരുടർ കാണുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നീ ഇറങ്ങിത്തിരിക്കുന്നത് വെറുതെയല്ല. ഹല്ലേലൂയ. നിന്റെ വടി തളർക്കുന്നൊരു ദിവസമുണ്ട്, പൂക്കുന്നൊരു ദിവസമുണ്ട്, ഫലം കായ്ക്കുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആരും ഭയപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുവാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ ഇറങ്ങിയ ശിഷ്യന്മാര് യേശുവിനോട് ഒരു ദിവസം ചോദിച്ചു, എന്തും പെട്ടെന്ന് ചോദിക്കുന്ന ആളാണല്ലോ പത്രോസ്. പുള്ളി തന്നെ ചോദിച്ചു, കർത്താവേ, ഞങ്ങളെല്ലാം വിട്ട് എല്ലാം ഇറങ്ങി തിരിച്ചോളൂ, ഞങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന്. കാരണം യേശുവിന്റെ ഈ പോക്കും രീതിയിലൊക്കെ കണ്ടപ്പോ ഇവർ വിചാരിച്ചു വെറുതെയാണ്. ഏതാ കയ്യില് ടാക്സ് എടുക്കാൻ പോലും കാശില്ല, കയറി കിടക്കാൻ വീടില്ല, പള്ളിയുടെ അടുത്തെങ്ങാനും പോയി പ്രസംഗിക്കാന്ന് വിചാരിച്ച പള്ളിക്കാരെല്ലാം കൂടെ തള്ളി ഓടിക്കുകയാണ്, കല്ലെറിയുകയാണ്, പ്രശ്നമാണ്. എന്തിനാ ഇതിന്റെ പുറകിൽ നടക്കുന്നതെന്ന് ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തോന്നിക്കാണും. ഏതായാലും യേശു പറഞ്ഞു, എന്റെ നാമം നിമിത്തം വീടോ സഹോദരനെയോ സഹോദരിയോ അപ്പനെയോ അമ്മയോ നിലങ്ങളെയോ വിട്ടവന്, ഹല്ലേലൂയ, സ്തോത്രം, 100 മടങ്ങ് ഈ ലോകത്തിൽ തന്നെ ലഭിക്കാനിടയായിത്തീരും. തന്നെയുമല്ല, നിത്യജീവനെയും അവകാശമാക്കാത്തവർ ഇല്ല എന്ന് പറയുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നീ കർത്താവിനെ സേവിക്കുന്നത് വെറുതെയല്ലേ അല്ല. ഹല്ലേലൂയ. ഒരിക്കൽ ഗൾഫിൽ വെച്ച് ഹല്ലേലൂയ സ്തോത്രം എനിക്കും ഈ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ബിസിനസ് ചെയ്ത് സർവ്വതും നശിച്ച് വലിയ കടക്കാരനായി ആരാലും സഹായിക്കുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഒന്നുകിൽ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ എന്നെ മാനിക്കണം. എന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പാകെ ഹല്ലേലൂയ എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴിയൊരുക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കണ്ട, എന്നെ കൊല്ലുക എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച ഒരു രാത്രിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ സന്നിധാനത്തിൽ കരഞ്ഞാലുണ്ടല്ലോ, അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. നിനക്ക് എത്ര കോടി രൂപ കടമുണ്ടെങ്കിലും എന്തു തന്നെ വിഷയമായാലും ഹല്ലേലൂയ നീ ഭാരപ്പെടേണ്ട. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒന്നുമില്ലായ്മയും സകലത്തെയും ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് ഈ പകല് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും
തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിനക്ക് നല്ല വീട് വേണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കണമോ? എന്താണ് നിന്റെ ആവശ്യം? നിന്റെ കടഭാരം വേണോ? മാറണോ? നിനക്ക് എന്താണ് ആവശ്യം? നീ മുട്ടുമടക്കേ. നീ ഒരു പുണ്യവാളച്ചന്റെ അടുക്കലും പോകണ്ട, ഒരു പാസ്റ്റർ അടുക്കലും പോകണ്ട. നിന്റെ വീട്ടിൽ നീ മുട്ടുമടക്കേ. നിന്റെ പ്രാർത്ഥനയേക്കുന്ന ദൈവം അവിടെ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചില പിള്ളേരുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ ഈ വീടുകളിലോട്ടൊക്കെ വിസിറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോഴേ ചെറു മുട്ടായിയോ ഓറഞ്ചോ അല്ല കളിപ്പാട്ടോ ഒക്കെ കൊണ്ടുപോയി ആ വീട്ടോട്ട് ചെല്ലുമ്പോഴേ ഇതാദ്യം പൊക്കുന്നത് അവിടുത്തെ പിള്ളേരാണ്. പിള്ളേർ ഇത് പൊക്കിക്കൊണ്ട് അടുത്ത റൂമിലോ അല്ല എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഇത് പൊളിച്ച് പതുക്കെ ഇതിനെ കൈകാര്യം ചെയ്യും. ഇത് ആരാ തന്നെയെന്നോ അവർക്കൊരു താങ്ക്സ് പറയാനോ ഇവരെന്ത് ചെയ്യുന്നോ ഇവർ തിരിഞ്ഞു നോക്കത്തില്ല. ഇതുപോലാണ് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ദൈവത്തിൽ നിന്ന് കരഞ്ഞു പോയി എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് പ്രാപിക്കും. നന്മയൊക്കെ കിട്ടിക്കഴിയുമ്പോ പിന്നെ അവരെ കാണാനില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയായ വലിയ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കർത്താവിനെ സേവിക്കുന്നത് നമ്മുടെ ബുദ്ധിമുട്ട് മാറ്റുവാൻ വേണ്ടി മാത്രമാകരുത്. ഹല്ലേലൂയ, വല്ലവരേനെ മരിച്ചവരുടെ ഒരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ ദൈവം നിന്നെ മാനിപ്പാൻ ഇടയായിത്തീരും. നിന്റെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ അതിനു വേണ്ടി വില കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ദൈവമക്കളെ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. നാം ദൈവമക്കളാകണമെങ്കിൽ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ വിളിക്കപ്പെടുന്നതേ ഉള്ളൂ. നമ്മളെ കണ്ടാല് ദൈവമക്കളാണെന്ന് നാട്ടുകാർക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ യോഹന്നാനോടൊരു കാര്യം പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാവോ? കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ആരെങ്കിലും പറയുവാണ് നീ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു നമ്മളെ അങ്ങനെ തന്നെ ആകുന്നു. പിന്നെ ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ലോകത്തിന് അറിയത്തില്ല, നമ്മയും അറിയുന്നില്ല. നമ്മയും നമ്മൾ ആരാണെന്നുള്ളതുണ്ടല്ലോ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, നമ്മൾ പൂക്കുന്ന ഒരു ദിവസമുണ്ട്, നമ്മൾ കായ്ക്കുന്ന ഒരു ദിവസമുണ്ട്. മത്സരികൾ മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ ദൈവം ലോകത്തിന് നമ്മെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നമ്മള് എങ്ങനെ ആകുമെന്നുള്ളത് ഇതുവരെ പ്രത്യക്ഷമായി. നമ്മളങ്ങ് ദൈവമക്കൾ എന്നുള്ള അധികാരം തന്ന് നമ്മളങ്ങനെ അങ്ങ് പോവുകയാണ്. ദൈവമക്കളാണെങ്കിൽ യേശു വെള്ളത്തിൽ കൂടെ നടന്നു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷെങ്കിൽ എല്ലാവർക്കും ഇപ്പോഴത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ദിവസം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നമ്മളെ യേശുവിനെ യഥാർത്ഥമായ രൂപം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സൂര്യനെ പോലെ ഹല്ലേലൂയ ഉള്ള മുഖം തേജസ്സാണ്. അത് നമ്മൾ ഇനി കാണാനായിട്ട് പോയി. ഇപ്പൊ നമ്മൾ കാണുന്നത് ഇങ്ങനെ കുരിശ് കിടക്കുന്നതും കണ്ണീരൊഴുക്കുന്നതും തലേ മുൾമുടിയൊക്കെ വെച്ച് അടിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് കരയുന്നതും ഒക്കെയാണ്. ഇനി അതൊന്നുമല്ല കാണാനായിട്ട് പോകുന്നത്, താൻ ഇരിക്കും പോലെ കാണാനായിട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ അതിന്റെ മുകളിൽ നാം അവനെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും ആര് എന്ന് നാം ദൈവമക്കൾ ഓരോരുത്തരും യേശുവിനോട് സദൃശന്മാരാകാൻ പോവുകയാണ്. നാമും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ശോഭിക്കാനായിട്ട് പോവുകയാണ്. ദാനിയേൽ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. ആ കാലത്ത് എന്ന് പറഞ്ഞാൽ
അവസാന നിമിഷം സ്വർഗത്തിൽ അങ്ങ് ചെല്ലുമ്പോൾ നിന്റെ സ്വജാതിക്കാർക്ക് തുണി നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഒരുത്തനും രക്ഷയില്ല. ദാനിയേലിന്റെ എത്രയോ വർഷം, യേശുവിന് എത്രയോ വർഷം മുമ്പ് എഴുതിയ കാര്യമാണ്. പിന്നെ നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, നിലത്തിലെ പൊടിയിൽ നമ്മള് മരിച്ചു, വിശ്വാസിയായാലും അവിശ്വാസിയായാലും മരിക്കും, മണ്ണിനോട് ചേരും. ഇവര് ചിലർ നിത്യജീവനായും ചിലർ നിത്യജീവനായി, 2 പ്രാവശ്യം ജനിച്ചവര് നിത്യജീവനായി എഴുന്നേൽക്കും. ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും എങ്ങോട്ടാ പോകുന്നത്? രണ്ടാമത്തെ മരണത്തിലേക്ക് പോകും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും ശോഭിക്കും. ദൈവത്തിന് സ്തോത്രം. പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നേക്കും ശോഭിക്കുവാനായിട്ട് പോകുകയാണ്. പുസ്തകത്തിൽ പേരില്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് ഒരു കൂട്ടർ പോകുമ്പോൾ പേരെഴുതി കാണുന്ന എല്ലാവരും എഴുന്നേറ്റ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നേക്കും ശോഭിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഈ വെളിപ്പാടകത്ത് കയറിയ ഭക്തന്മാരാണ് ഹല്ലേലൂയ സ്തോത്രം എല്ലാം ചപ്പന്നെണ്ണുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ലഭിക്കാനുള്ള ആ മഹാഭാഗ്യം നഷ്ടമായി പോകുവാൻ ഇടയാകരുത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിനെ കൈക്കൊള്ളുവാൻ കഴിയാതെ, യേശുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിപ്പാൻ കഴിയാതെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുവേണം. ഇല്ലെങ്കിൽ 2ാം മരണത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരും. ആ 2ാം മരണം എന്ന് പറയുന്നത് തീയും ഗന്ധവും കത്തുന്ന പോകുകയാണ്. ഹല്ലേലൂയ, ഇന്ന് പലരും തമാശയായിട്ട് കാണുന്നത് പോലെ യേശുവിന്റെ കാലത്ത് അതിനു മുമ്പേ ഒരു മനുഷ്യൻ ഇങ്ങനെ തമാശയായിട്ട് കണ്ടിരുന്നു. അവസാനം ഹല്ലേലൂയ 2 പേരും അദ്ദേഹം മരിച്ച് അങ്ങ് നരകത്തിലേക്ക് പോയി. നരകത്തിൽ ചെന്നിട്ട് അവിടെ കടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, അബ്രഹാം പിതാവേ, ഒരു തുള്ളി വെള്ളം, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു എന്നാണ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ പലരുടെയും ചിന്ത ഈ ഭൗതികമായിട്ടുള്ള നന്മകളെല്ലാം കൂടെ ലഭിക്കുമ്പോൾ ഇതെല്ലാം ദൈവാനുഗ്രഹമാണെന്നാണ് പലരും ദൈവം കൊടുക്കുന്നുണ്ട്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു എന്നാ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നമുക്ക് ഉണ്ണാൻ കൊടുക്കാനുള്ള ഒക്കെ ദൈവം തരുമെന്നുള്ളതാണ്. പക്ഷേ ഇത് ഈ സമ്പത്തുള്ളവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ആരും ചിന്തിച്ചു പോകരുത്. ഇവൻ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയാ. ഇവൻ പറയുക അബ്രഹാം പിതാവെന്ന് വിളിക്കുന്ന പാർട്ടിയാണ്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ഇവൻ പോയത് എങ്ങോട്ടാണ്? നരകത്തിലെ ഓരോ ദിവസവും വരുന്ന കാറ്, അങ്ങ് ദിവസവും ഓരോ ഡ്രസ്സാണ്. അങ്ങ് ദൈവം അങ്ങ് അനുഗ്രഹിച്ചേക്കുവാണെന്ന് എല്ലാം കണ്ട് ഇത് അനുഗ്രഹമാണെന്ന് വിചാരിക്കരുത്. ദൈവവചനം അനുസരിക്കാതെ ജീവിച്ചാൽ ഒരിക്കല് ഒരു സങ്കീർത്തനക്കാരന് ഒരു സംശയം ഇങ്ങനെ ഉണ്ടായി. ദുഷ്ടന്മാര് ദൈവത്തെ വിളിക്കാത്തവരുടെ കണ്ണൊക്കെ ഉന്തിരിക്കുന്നു, അവര് പുഷ്ടി പ്രാപിക്കുന്നു. ഞാൻ എന്റെ കൈകളെ കുറ്റമില്ലായ്മയെ കഴിയലും അതൊക്കെ വ്യർത്ഥമായോ? എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത് വ്യർത്ഥമായോ? ഞാൻ ഇപ്പോഴും കട്ടതയിലാണല്ലോ, പ്രയാസത്തിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇച്ചിരി പിറുപിറുത്തു. എന്നിട്ട് അദ്ദേഹം തന്നെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. പിന്മാറിയൊന്നും പോയില്ല. ചില ആൾക്കാരുണ്ട്, ചിലവ് കിട്ടിയില്ല, പിന്നെ ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, ഞാൻ ഇനി ആരാധനയ്ക്ക് പോകുന്നില്ല, അല്ലെ ഞാൻ ആ സഭയിലോട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ പോയാൽ നിനക്കാണേ നഷ്ടം. ഹല്ലേലൂയ, നീ പതുക്കെ ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്. എന്താ കർത്താവേ എനിക്ക് കിട്ടാത്തത്? അവർക്കൊക്കെ കൊടുത്തല്ലോ, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാകണമേ, എനിക്കൊരു വീട് തരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു നോക്കി.
ഹല്ലേലൂയ. അല്ലാതെ പാസ്റ്റർ ചീത്ത പറഞ്ഞു, വിശ്വാസികളെ ചീത്ത പറഞ്ഞു ഇറങ്ങിപ്പോകുവാനായിട്ടല്ല. നീ മുട്ടുമടക്ക്. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നീ സേവിക്കുന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ആസാഫ് പറയുകയാണ്, ഹല്ലേലൂയ, എന്റെ ഹൃദയത്തെ കുറ്റമില്ലായ്മക്കത്, എന്റെ കൈകളെ ഞാൻ വിശുദ്ധീകരിച്ചതൊക്കെയും വെറുതെയാണോ എന്ന് പറഞ്ഞു. അവസാനം ആലയത്തിൽ പോയി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ, മോനെ, അവരിപ്പോഴിങ്ങനെ ചെത്തി നടക്കുന്നുണ്ടെങ്കിലും ഇവരെല്ലാം ഒരു ദിവസം താഴെ പോകും. വലിയ ചെത്തിയ ആളാണ് അമേരിക്ക, ഇപ്പൊ താഴെ കിടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. സെപ്റ്റംബർ മാസം 11-ാം തീയതി ഒരു ചെറിയ അടി കിട്ടിയായിരുന്നു. എന്നിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഇപ്പോഴിതാ വലിയ അടി കിട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ മാനസാന്തരപ്പെടുവാൻ നമുക്കിടയായി തീരട്ടെ. ഏത് ഉന്നതനെയും താഴെ ഇറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഒരുത്തരും പ്രശംസിപ്പാനായിട്ടിടയാകുകയില്ല. നീ ദൈവസന്നിധി താണാൽ അവൻ നിന്നെ ഉയർത്തുവാനിടയായി തീരും. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ ഹല്ലേലൂയ സ്തോത്രം. ആസാഫ് ദൈവം തമ്പുരാൻ പറഞ്ഞു കൊടുത്തു, മോനെ, അവരെല്ലാം വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്. ഇവരേത് സമയത്തും താഴെ പോകാം, പിന്നെ പൊങ്ങത്തില്ല. നീതിമാൻ വീണാൽ അവനെ നിലം പരിചയാൽ അവൻ എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ചിലപ്പോൾ ചില വീഴ്ചകൾ വന്നേക്കാൾ, പക്ഷേ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ വിശ്വാസിയാണെങ്കിൽ, നീ ദൈവത്തെ ആശ്രയിക്കുന്നവനാണെങ്കിൽ നിന്നെ താഴെ ഇടുവാൻ, നിന്നെ നിലം പരിചയാക്കുവാൻ എന്റെ ദൈവം അനുവദിക്കില്ല. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെ ഈ ധനവാനായ മനുഷ്യൻ അങ്ങനെ സുഖിച്ച് പൊളച്ച് നടക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പൊ അവന്റെ വീട്ടിൽ തന്നെ സുവിശേഷം പറഞ്ഞാൽ അവൻ പറയും, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം കേട്ട് നോക്ക്, ഈ കാണുന്നതെല്ലാം വേണമെങ്കിൽ അവൻ പറഞ്ഞേക്കാം ദൈവം തന്നതാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. കിട്ടുന്നതെല്ലാം ദൈവം തന്നാണെന്ന് ആരും പറയരുതേ. ദൈവത്തോട് ഭയമുള്ളവരായിരിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് കിട്ടുന്നതനുസരിച്ച് ദൈവത്തെ സേവിപ്പാൻ നമുക്ക് ഇടയാക്കണമേ. കിട്ടുന്നതിൽ ലഭിച്ചതിൽ നിഗളിക്കുവാൻ ഇടയാകരുതേ. ദൈവത്തിന് സ്തോത്രം. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുറത്തിൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ പറയും, ഇവിടെ രണ്ട് മനുഷ്യരെയാണ് കാണിക്കുന്നത്. ഒന്ന് ധനവാനായ മനുഷ്യൻ, അവന്റെ പടിപ്പുരയിൽ അല്ലെങ്കിൽ ആ റോഡിന്റെ സൈഡിൽ ഒരു വ്രണം നിറഞ്ഞ ലാസർ എന്നുള്ള മനുഷ്യൻ കിടക്കുകയാണ്. ഇവിടുന്ന് കൊണ്ടിടുന്ന എച്ചിലൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഭക്ഷണം. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഇദ്ദേഹം വിശുദ്ധനായിരുന്നു. പുറമെ അശുദ്ധിയാണെങ്കിലും അകം വിശുദ്ധമായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ പുറമെ പല വിശുദ്ധികളും നമുക്ക് കാണിക്കുവാനായിട്ട് കഴിയും, പക്ഷേ ദൈവം നോക്കുന്നത് അകത്തെ ശുദ്ധിയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഞാന് ഈ പൊതു കൺവെൻഷൻ അത് പറയാൻ പാടില്ലെങ്കിലും വിശ്വാസികൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. ഈ അന്നമ്മ മാമനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞാണ്, പുള്ളിക്കാരോട് ആരോ ചോദിച്ചു, ഇപ്പോഴെന്താ ഈ പാട്ട് ആരും പാടാതെ? യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യഹോവയ്ക്കായി എന്നുള്ളത്. അപ്പം പുള്ളിക്കാരി പറഞ്ഞത്, അതിനെന്താ, അതെനിക്ക് സന്തോഷം, ഇപ്പൊ പാടണ്ട. ഇപ്പം യാത്ര ചെയ്യും ഞാൻ പറയുന്നില്ല, അത് ശരിയാകത്തില്ല. പിന്നെ ആരും രഹസ്യമായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വിശ്വാസത്തോട് വീര്യത്തോടെ പരിജ്ഞാനത്തോടെ ഇന്ദ്രിജയം ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് ചിലർക്ക് വീര്യം കൂടിയാൽ പലതും വിളിച്ചു പറയും. നമുക്ക് പരിജ്ഞാനം കൂടെ വേണമല്ലോ. അതുകൊണ്ട് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറഞ്ഞാൽ മതിയല്ലോ. ഹല്ലേലൂയ. ഇവിടെ വായിച്ചത്, ആ ധനവാനായ മനുഷ്യൻ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് നടക്കുമ്പോൾ പടിവാതിക്കൽ ഒരു ദരിദ്രനായ മനുഷ്യനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ ഇങ്ങനെ സ്വോത്രം പറഞ്ഞുകൊണ്ട് യോബിനെ പോലെ ഇങ്ങനെ വ്രണത്തേലൊക്കെ പിന്നെ ചൊറിഞ്ഞും പഴുപ്പ് വരുമ്പോ പട്ടി വന്ന് ഇങ്ങനെ നക്കിക്കൊടുത്ത്, പട്ടിയായിരുന്നു ഡോക്ടർ നേഴ്സുമായിട്ടൊക്കെ ഇതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ നമ്മൾ പറഞ്ഞേക്കാം, ഇവൻ ഏതോ മഹാപാപം ചെയ്തു വന്ന് കിടക്കുകയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇത്രമാത്രം എങ്ങനെയാണ്? പക്ഷെങ്കിൽ അവൻ ദൈവഭക്തനായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത്, ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു. ഇദ്ദേഹം മരിച്ചടക്കപ്പെട്ടതായിട്ടൊന്നുമില്ല, മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ധനവാൻ മരിച്ചടക്കപ്പെട്ടവൻ ഹല്ലേലൂയ പോയത് നരകത്തിലേക്കാണ്. നമുക്കറിയാമല്ലോ ധനവാന്മാർ മരിക്കുമ്പോഴുള്ള അടക്കം.
ഹല്ലേലൂയ, സ്തോത്രം. മന്ത്രിമാരൊക്കെ വന്നു കാണും, അല്ലെങ്കിൽ ശ്രേഷ്ഠ ബാവാമാരൊക്കെ വന്നു കാണും. ഏത് പ്രസ്ഥാനത്തിലാണ് അതിന്റെ ശ്രേഷ്ഠന്മാരൊക്കെയും വന്നു കാണും. അങ്ങനെ വലിയൊരു വിലാപയാത്രയായി പോയി നല്ലൊരടക്കം ലഭിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ പോയത് എങ്ങോട്ടാണ്? വായിച്ച് ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അവനെ കൊണ്ടുപോകാൻ റാസക്കാരും അല്ലെങ്കിൽ മുത്തുക്കൊട ഒന്നുമില്ലായിരുന്നു. ഇവനെ പക്ഷെങ്കിൽ ദൂതന്മാരങ്ങ് കൊണ്ടുപോയി. ഇവിടെ കിടക്കുന്ന ശരീരം അവിടെ കിടന്നെങ്കിൽ, നമ്മൾ ഒരാൾ മരിച്ചാൽ എന്ത് പറയുന്നേ? ആള് ചത്തുപോയി എന്നാ. എങ്ങോട്ട് പോയി? സത്തുപോയി എന്നാണ് അതിന്റെ ഒറിജിനൽ വേർഡ് എന്നാ പറയുന്നത്. സത്തുപോയി, ആത്മാവ് പോയി. ഇവിടെ കിടക്കുന്ന ജഡമാണ്. ഈ നമ്മൾ എന്ന് പറയുന്നത് എന്തുവാ? തലയാണോ, മൂക്കാണോ, കൈയാണോ, കാലാണോ? എന്താണ് നമ്മൾ എന്ന് പറയുന്നത്? നമ്മൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതാ ലാസർ മരിച്ചപ്പോൾ അവന് ദൂതന്മാരെടുത്തുകൊണ്ട് പോയി. പിന്നെ ധനവാനും മരിച്ചടക്കപ്പെട്ടു. ഈ ലാസർ മരിച്ചപ്പോൾ അടക്കപ്പെട്ടു എന്നൊന്നുമില്ല. ചിലപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ വാരിക്കൊണ്ട് പോയി കാണുമായിരിക്കും. ഹല്ലേലൂയ. ഇതാ ധനവാൻ അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. പോയത് എങ്ങോട്ടാ? പാതാളത്തിലേക്കാണ് പോയത്. എന്നിട്ട് മേലോട്ട് നോക്കി. ഏതായാലും പുള്ളി ഒരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? ചിലര് പറയാനുണ്ട്, ഈ പന്നി എന്ന് പറയുന്ന ജീവിയെ എപ്പോഴും ഇങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. നല്ല ഈ ഇതിനെ തിന്നാനായിട്ടുള്ളവര് കൊണ്ടുപോകുന്നത് ഇതിന്റെ കയ്യും കാലും കൂടെ കെട്ടിയിട്ട് ഒരു കമ്പയിലോട്ട് കോർത്ത് പിന്നെ ഇങ്ങനെ തോളലോട്ട് ഇടും. അന്നേരം ഇദ്ദേഹം മേളിലോട്ട് നോക്കുന്നത്. ചിലർക്ക് ചിലത് കിട്ടിക്കഴിഞ്ഞാലേ മേളിലോട്ട് നോക്കത്തുള്ളൂ. നേരത്തെ കാലത്ത് നോക്കിയാൽ രക്ഷ പ്രാപിക്കും. ഇപ്പോഴും മേളിലോട്ട് നേരത്തെ നീ നോക്കിയത് നിനക്ക് രക്ഷപ്പെടാവുന്നു. നരകത്തിൽ ചെന്നിട്ട് മേളിലോട്ട് നോക്കിയാൽ ഒരു രക്ഷയുമില്ലെന്ന വേദപുസ്തകം പറയും. ഞാൻ പറയുന്ന കാര്യമല്ല, വേദപുസ്തകം പറയും. വായിച്ചേ. മേളിലോട്ട് നോക്കി. ദൂരത്തു നിന്ന് ഏതായാലും ഒരു കാര്യം കണ്ടവൻ അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ. ഞാൻ മുമ്പ് പറഞ്ഞില്ല, അവൻ ക്രിസ്ത്യാനി ആയിരുന്നെന്ന്. ഇവൻ വിളിക്കുന്ന ആരെയാണ്? അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം. ഈ കുഷ്ഠരോഗിയായി കിടന്ന മനുഷ്യന്റെ വിരലിന്റെ അറ്റത്തു നിന്ന് കിട്ടുന്ന വെള്ളം കുടിക്കാൻ വരെ മനസ്സ് തോന്നിയ ഇവന്റെ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ. അന്ന് അവിടെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എന്നാ അബ്രഹാം പിതാവിനോട് പറയരുതോ എനിക്ക് ഇച്ചിരി വെള്ളം താന്ന്? ആ ലാസറിനെങ്കിലും ഇങ്ങോട്ടൊന്ന് അയക്ക്. എന്നിട്ട് ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. എന്തുകൊണ്ടാ? ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ദൈവമക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ചുമ്മാതെ വിളിച്ചു പറയുന്നതല്ല ഈ പുസ്തകം. ഒരു പക്ഷെങ്കിൽ ചിലർ പറഞ്ഞേക്കാം ഇതൊക്കെ ചുമ്മാതാ. ഞങ്ങളുടെ ഫുജോറയിൽ ഒരു അച്ചായനുണ്ടായിരുന്നു. എന്റെ ബ്രദറെ, ഈ ലോകം ഒന്ന് അവസാനിക്കാനെന്ന് പോലെ നമ്മളൊക്കെ ഇങ്ങനെ അങ്ങ് ചത്തം കൊടുങ്ങി ഇങ്ങനെ അങ്ങ് പോത്തേ ഉള്ളെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അഥവാ ചത്തൊടുങ്ങിയൊക്കെ അങ്ങനെ പോകും, നീ മര്യാദയ്ക്ക് ജീവിച്ച ഇപ്പം ഈ പെന്തിക്കോസ്തിലോട്ടൊക്കെ വന്നുള്ളവരെ കള്ളുകൂടി നിർത്തി, ഭാര്യ അടിക്കുന്ന നിർത്തി, അനേകമായിട്ടുള്ള തോന്നിവാസങ്ങളൊക്കെ നിർത്തി മാനമര്യാദയ്ക്കൊക്കെ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. എന്നാൽ നീ മാനസാന്തരപ്പെടാതെ തോന്നിവാസം ജീവിച്ചാൽ നിന്റെ കുടുംബത്തിന് അസ്വസ്ഥത, നിന്റെ പണം നീ നഷ്ടമാക്കുന്നു. ആകെപ്പാടെ പ്രശ്നമാണ്. ഈ രക്ഷിക്കപ്പെട്ട് ജീവിച്ച് കർത്താവ് വന്നില്ല, അല്ലെ സ്വർഗമില്ല എന്ന് പറയുന്നവന് രക്ഷിക്കപ്പെട്ട് ജീവിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഗുണം കിട്ടുമ്പോൾ നിനക്ക് നഷ്ടമാണ് കിട്ടുന്നത്. അതിന്റെ മറു സൈഡ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് പോലെ ആ നരകത്തിലേക്കും സ്വർഗത്തിലേക്കുമാണ് പോകാനായിട്ട് ഇടയായി തീർന്നതെങ്കിൽ നീ വിശുദ്ധിയോടെ ജീവിച്ചാൽ, ദൈവവചന പ്രകാരം ജീവിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് ഇടയായി തീരും. ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും നിനക്ക് ഇഷ്ടം പോലെ ജീവിച്ചാൽ നീ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആർക്ക് നിന്നെ രക്ഷിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ലോകത്തെ ഒരു വ്യക്തിക്കും നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല. അബ്രഹാം പിതാവ് ആ ധനവാനോട് പറഞ്ഞ ബാക്കി കാര്യങ്ങളൂടെ നാം കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ജീവിച്ചിരുമ്പോൾ ദൈവവചന പ്രകാരം ജീവിച്ചാൽ ദൈവരാജ്യത്തിൽ പോകാം. മരിച്ചതിന് ശേഷം എന്തെല്ലാം ചെയ്താലും ആരെല്ലാം ചെയ്താലും സ്വർഗത്തിലോട്ട് പോകുവാൻ ഒരു വഴിയുമില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണമേ എന്ന് വിളിച്ചു പറയുകയാണ്. മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അതുപോലെ തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു.
അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ കഴിയുന്നവർക്ക് കഴിവില്ല, ഇച്ഛിക്കുന്നവർക്ക് കഴിയത്തില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരുത്തന്നെ ഇങ്ങോട്ട് വരുവാനും പാടില്ല, പറ്റത്തില്ല. പിന്നെ എത്ര 40 കഴിച്ചാൽ എന്താ? ആണ്ടുതോറും ഉണ്ടല്ലോ, അതിനെന്തോ പറയുന്നേ, ചാത്തോ അതൊക്കെ ചെയ്താല് എന്തൊരു ഗുണമാണ്. ഏതായാലും 10 പാവങ്ങൾക്ക് കഞ്ഞി കിട്ടുവോ ചോറ് കിട്ടുവോ ഒക്കെ ചെയ്ത് അങ്ങനെയെങ്കിലും ഒരു ഗുണം ആയിക്കോട്ടെ, ചെയ്യുന്നവർ ചെയ്തോട്ടെ. പക്ഷെങ്കിൽ അവിടെ കിടക്കുന്നവൻ അവിടെ കിടക്കത്തേ ഉള്ളൂ, മേലോട്ട് പോകത്തില്ല എന്നുള്ള സത്യം വേദപുസ്തകം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരണം. ഒന്നാമത്തെ പുനരുത്തിൽ പങ്കുള്ളവരായി തീരണമെങ്കിൽ യേശുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുന്നവരായിരിക്കണം. യേശുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ തറയ്ക്കുകയായിരുന്നു. അങ്ങനെ ആരും ഹല്ലേലൂയ തറയ്ക്കപ്പെടുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. ചിലർ ചോദിക്കും, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടിട്ടാണോ സ്വർഗത്തിൽ പോയത്? കർത്താവിനോട് പറഞ്ഞല്ലോ, നീ എന്നോട് പരദീസയിലിരിക്കുമെന്ന്. പക്ഷെ യേശുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് അവൻ ഏകീഭവിച്ചവനാണ്. യേശു കാൽവരിയിൽ മരിച്ചതുപോലെ അവനും മരിച്ചവനാണ്, അവൻ രക്ഷിക്കപ്പെട്ടവനാണ്. യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണേ എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. അവൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ആരെങ്കിലും ഇവനോ അരുതാത്തനൊന്നും ചെയ്തില്ല, നാം ചെയ്തതിന്റെ ശിക്ഷയാണല്ലോ നാം അനുഭവിക്കുന്നത്. ആരെങ്കിലും അവൻ മാനസാന്തരപ്പെട്ടു, താൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത് മനസ്സിലാക്കി. യേശു ഒരു ശിക്ഷയും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൻ മനസ്സിലാക്കിയോണ്ടാണ് യേശുവിനോട് പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. അതുകൊണ്ടാണ് അവൻ അവന് പരദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞത്. യേശുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ യഥാർത്ഥമായി ഏകീഭവിച്ചത് ആരാ? ഈ കള്ളനാ. അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ പോയി. നമ്മളോട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായാലും. ഫിലിപ്പീൻസിൽ ഇപ്പോഴും ദുഃഖവെള്ളിയാഴ്ചയിൽ കുരിശി കയറുന്നവരുണ്ട്, ആണിതറയ്ക്കുന്നവരുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഹല്ലേലൂയ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരുവാനിടയായി തീരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആരെന്നില്ല, ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആര് ഹല്ലേലൂയ ദൈവവേദനായി തീരുവാൻ ആഗ്രഹിക്കുന്നു? എന്റെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. എനിക്ക് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരണം എന്നാഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, ഹല്ലേലൂയ, എനിക്കും ദൈവവേദനായി തീരണം, എന്നെയും ഹല്ലേലൂയ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരണം, എന്റെയും പേര് ജീവപുസ്തകത്തിൽ എഴുതണമെന്ന് ആത്മാർത്ഥതയോട് ആര് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിനക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയും. എന്തുവാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത്? യേശു എനിക്ക് വേണ്ടി മരിച്ചു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലം എന്നെ സമർപ്പിക്കുന്നു എന്ന് ആർക്ക് തീരുമാനിക്കുവാനായിട്ട് കഴിയും? അങ്ങനെയുള്ളവർ കരങ്ങളെ ഉയർത്തി എല്ലാവരും കണ്ണുകളടച്ചാട്ടെ, എല്ലാവരും കണ്ണുകളടച്ചാട്ടെ, പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തിയ സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഇനി ആരുണ്ട്? ഹല്ലേലൂയ, യേശുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ച് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ള സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ തീരുമാനമെടുത്തവരെ, നിങ്ങൾ ദൈവത്തിന്റെ വചനപ്രകാരം ഒന്നാമത്തെ പുനരുത്തിൽ പങ്കുള്ളവരായി തീരുവാൻ നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുക. യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഹല്ലേലൂയ, നിങ്ങൾക്ക് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുചേരുവാൻ ഇടയായിത്തീരും. നമ്മൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല. ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലുമാണ്. എവിടെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ കഴിയുമോ അവിടെ പോയി ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിനക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടയാളങ്ങളുടെ ദൈവമേശു,
അത്ഭുതങ്ങളുടെ ദൈവമേശു, നിനക്കായി പ്രവർത്തിക്കുമേശു. വെള്ളത്തെ വീഞ്ഞാക്കി വെള്ളത്തിന്മേൽ നടന്നു, വെള്ളത്തെ വീഞ്ഞാക്കി വെള്ളത്തിന്മേൽ നടന്നു. കാറ്റിനെ കടലിനെ ശാന്തമാക്കി, ഏറ്റവും ശാന്തമാക്കി. കാറ്റിനെ കടലിനെ ശാന്തമാക്കി, ഏറ്റവും ശാന്തമാക്കി. അത്ഭുതങ്ങളുടെ ദൈവമേശു, അടയാളങ്ങളുടെ ദൈവമേശു, അത്ഭുതങ്ങളുടെ ദൈവമേശു, നിനക്കായി പ്രവർത്തിക്കുമേശു. കുരുടർക്കു കാഴ്ച നൽകി, ചെവിടർക്കു കേൾവി കൊടുത്തു. കുരുടർക്കു കാഴ്ച നൽകി, ചെവിടർക്കു കേൾവി കൊടുത്തു. മരിച്ചവരെ ഉയർപ്പിച്ചു, ജീവൻ നൽകി, പുതുജീവൻ നൽകി. മരിച്ചവരെ ഉയർപ്പിച്ചു, ജീവൻ നൽകി, പുതുജീവൻ നൽകി. അത്ഭുതങ്ങളുടെ ദൈവമേശു, അടയാളങ്ങളുടെ ദൈവമേശു, അത്ഭുതങ്ങളുടെ ദൈവമേശു, നിനക്കായി പ്രവർത്തിക്കുമേശു. ഭൂമിയുടെ കൂൺമാറ്റി മുടന്തരെ നടത്തി, ഭൂമിയുടെ കൂൺമാറ്റി മുടന്തരെ നടത്തി. മത്സ്യത്തിൻ വായിൽ പണം വരുത്തി, ഭ്രമപണം വരുത്തി. മത്സ്യത്തിൻ വായിൽ പണം വരുത്തി, ഭ്രമപണം വരുത്തി. അത്ഭുതങ്ങളുടെ ദൈവമേശു, അടയാളങ്ങളുടെ ദൈവമേശു, അത്ഭുതങ്ങളുടെ ദൈവമേശു, നിനക്കായി പ്രവർത്തിക്കുമേശു. വെള്ളത്തെ വീഞ്ഞാക്കി വെള്ളത്തിന്മേൽ നടന്നു, വെള്ളത്തെ വീഞ്ഞാക്കി വെള്ളത്തിന്മേൽ നടന്നു. കാറ്റിനെ കടലിനെ ശാന്തമാക്കി, ഏറ്റവും ശാന്തമാക്കി. കാറ്റിനെ കടലിനെ ശാന്തമാക്കി, ഏറ്റവും ശാന്തമാക്കി. അത്ഭുതങ്ങളുടെ ദൈവമേശു, അടയാളങ്ങളുടെ ദൈവമേശു, അത്ഭുതങ്ങളുടെ ദൈവമേശു, നിനക്കായി പ്രവർത്തിക്കുമേശു.